രക്ഷിച്ചു. ഭഗവാനല്ല, സത്യത്തിൽ പങ്കം പിള്ളയാണ് എന്റെ മീനയെയും കുഞ്ഞിനെയും രക്ഷിച്ചത്. മഹാനായ രാമുണ്ണി മേനോനും ഭാര്യയ്ക്കും ഇല്ലാത്ത സ്നേഹം പങ്കം പിള്ളയ്ക്കുണ്ടായല്ലോ. ഈ അവസരത്തിൽ മേനോൻ അദ്ദേഹം എന്തെങ്കിലും സഹായം ചെയ്താൽ അവിടുന്ന് അത് സ്വീകരിക്കുമോ? എന്റെ പട്ടി സ്വീകരിക്കും. ഗർഭത്തോടെ എന്റെ ഭാര്യ ചത്തുപോയാലും ശരി, രാമുണ്ണി മേനോൻ സഹായം നീട്ടുന്ന കൈക്ക് ഞാനൊരു തട്ട് വെച്ചു കൊടുക്കും. അഭിമാനം എനിക്കുമുണ്ട്. എന്നാൽ അതേക്കുറിച്ച് ഇപ്പോഴൊന്നും സംസാരിക്കില്ല. എന്റെ കുഞ്ഞനുഭവിക്കാനുള്ള സ്വത്ത് കൂടെയാണ് അയാൾ അനുഭവിക്കുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ. അതൊക്കെ പോകട്ടെ, മോനെ പങ്കംപിള്ള ഒന്ന് കണ്ടില്ലല്ലേ? കുഞ്ഞിനെ മറ്റൊരു മുറിയിലാണ് കിടത്തുന്നത്. 5 ദിവസം വരെ തള്ളയുടെ അടുത്ത് കിടത്തില്ല. കുഞ്ഞുങ്ങളെല്ലാം ഒരു റൂമിലാണ് കിടത്തുന്നത്. അയ്യോടാ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലോ? പ്രസവിച്ചിടുന്ന കുട്ടികളെല്ലാം ഒരുപോലെ ഇരിക്കും. എന്നാലും മാറില്ല പങ്കംപിള്ള. തള്ളയുടെ പേരെഴുതിയ കാത് കൈ കെട്ടിയേക്ക്, നമുക്ക് കാണാം. അയ്യോ കൊച്ചമ്മ, അയ്യോ എന്താണ്? കേസായിട്ടില്ല, എന്നാലും പ്രസവത്തിന്റെ അസുഖമാണ്. ദയവായിട്ട് 10ാം നമ്പർ. കുഞ്ഞ് ഏമാനം തളത്തില്ലല്ലോ. മീനാക്ഷിയമ്മ, സാധാ കുട്ടിയാണ്. തങ്കമ്മ മേനോൻ ആൺകുട്ടി. ദയവായിട്ട് നമ്പർ 10. സമയമായി. എന്റെ ആങ്ങള വന്നു. കുഞ്ഞിനെയും മടിയിൽ വെച്ച് ആനന്ദിച്ചുകൊണ്ട് അടുത്ത മുറിയിൽ ഇരിപ്പുണ്ട്. ഞാൻ ജനലിൽ കൂടെ കണ്ടു. ചേട്ടന് സന്തോഷിക്കും. മുഴുവൻ സ്വത്തിനും അവകാശമുള്ളൊരു മോനല്ലേ ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യമുള്ള നമ്മുടെ കുഞ്ഞാണ് മീനാക്ഷി, ഭാഗ്യവാൻ. രാമുണ്ണി മേനോന്റെ സകല സ്വത്തും അവൻ അനുഭവിക്കുന്നു. അവകാശപ്പെട്ടതുപോലുമില്ല. അവകാശപ്പെട്ടതിന്റെ ഇരട്ടി അവൻ അനുഭവിക്കും. ഒരു കാലത്ത് നിനക്കും അത് മനസ്സിലാവും. എന്റെ മകൻ ഭാഗ്യവാനാണ് മീനാക്ഷി, ഭാഗ്യവാനാണ്. ഭാഗ്യവും നിർഭാഗ്യവും ഈശ്വര നിശ്ചയമാണ്. മനുഷ്യനും അതിനുവേണ്ടി ചിലതൊക്കെ ചെയ്യാൻ കഴിയും. എന്റെ മകന് വേണ്ടി ഞാനും അത് ചെയ്തിട്ടുണ്ട്. വരാം. മീനെ കിടക്കും. എന്താ മിസ്റ്റർ സുരേന്ദ്രൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? മിണ്ടേണ്ട കടപ്പാടൊന്നുമില്ലല്ലോ. പക്ഷെ എനിക്കുണ്ട്. എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളാണ്? അതെ. ആര് പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞാണ്? എന്തായി പറയുന്നത്? മിസ്റ്റർ സുരേന്ദ്രൻ, ഈ കിടക്കുന്നത് എന്റെ കുഞ്ഞാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ നിഷേധിച്ചാലും ഇതൊരു സത്യം മാത്രമാണ്. ഈ കുഞ്ഞിന്റെ രക്തം എന്റെ രക്തമാണ്. കാരണം ഞാനും മീനയും ജനിച്ചത് ഒരു അച്ഛന്റെയും അമ്മയുടെയും രക്തത്തിൽ. കഷ്ടപ്പെട്ടും ദുരിതം അനുഭവിച്ചും വളരേണ്ട കുഞ്ഞാണ് ചേട്ടാ എന്റെ കുഞ്ഞ്. അല്ല മീന, നിന്റെ കുഞ്ഞൻ എന്റെ കുഞ്ഞിനെ പോലെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചു തന്നെ വളരും. ഇതിലാരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഞാൻ കേസ് വാദിച്ചതും ജയിച്ചതും ഒക്കെ വേറെ കാര്യം. മീനെ, നമ്മുടെ അച്ഛൻ ഭ്രാന്തരല്ലായിരുന്നു എന്ന് സ്ഥാപിക്കേണ്ടത് നിന്റെയും കൂടെ കടമയാണ്. അത് സാധിച്ചു. ഇനി എന്റെ എല്ലാ സ്വത്തുക്കളുടെയും നേർപ്രതി അവകാശി നീയാണ് മീനെ, നീയാണ്. മിസ്റ്റർ സുരേന്ദ്രൻ, നിങ്ങൾ എന്റെ അളിയനാണ്. എന്റെ വീട്ടിൽ എനിക്കുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുമുണ്ട്. മീനാക്ഷിയും തങ്കമ്മയും കുഞ്ഞുങ്ങളെയും കൂടെ കാറിൽ കയറ്റിക്കൊണ്ട് വീട്ടിലേക്ക് പോകും. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് സുരേന്ദ്രൻ.
ഒന്നെടുത്തേ. അതിനവിടെ ഞാൻ കൊണ്ട് കിടക്കാം. മോന്റെ അടുത്ത് ഒരു ഇഷ്ടമില്ല. ചേട്ടനാണെങ്കിൽ അല്പസമയം കിട്ടിയാൽ ചേട്ടന്റെ മോനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കും. മൂത്രം ഒഴിച്ചാൽ കൂടെ മിണ്ടില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്കിപ്പോ വിഷമത്തിന് വല്ല കാര്യമുണ്ടോ? ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെന്താ എപ്പോഴും ഒരു മൗനം? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. എന്നോട് പറയണം. ചേട്ടൻ അങ്ങ് വീട്ടിന്റെ ചുമതലകൾ പോലും ഏൽപ്പിച്ചു. എന്നിട്ടും എന്താ ഒരു മനപ്രയാസം? എന്റെ മനപ്രയാസം ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. അതൊരു കുരുക്ക് പോലെ എന്റെ ഹൃദയത്തിൽ ചുറ്റിപ്പിണങ്ങി കിടക്കും. മനസ്സിന് താങ്ങാനാവാത്ത പ്രയാസമുണ്ട്. ദയവ് ചെയ്ത് എന്നോട് പറയും. നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് പറയാം. എനിക്കത് സ്വയം തരുമീ. ഇല്ല, എനിക്കതറിയണം. അങ്ങയുടെ മനപ്രയാസം എന്താണെന്ന് എനിക്കറിയാം. ഭർത്താവിന്റെ സുഖവും ദുഃഖവും പങ്കെടുക്കാനുള്ള അവകാശം ഭാര്യയ്ക്ക് മാത്രമാണുള്ളത്. ഞാൻ നിന്നോട് പറയാം. നിന്നോട് പറഞ്ഞാലെങ്കിലും എന്റെ മനസ്സിന് അല്പം ആശ്വാസം ലഭിക്കും. പക്ഷെ മരണം വരെ നീ പുറത്തു പറയരുത്. ചേട്ടനോടല്ല. നീ ആരുടെ ചായ? നീ പറ. അമ്മയുടെ ചായ, അച്ഛന്റെ ചായ? പറ മോനെ. ഞാൻ ചോദിച്ചാലോ? മോനെ, മോൻ പറ, ആരുടെ ചായ? അവൻ പറയുന്ന അച്ഛന്റെ ചായയാണ്. ഞാൻ ചോദിക്കാം. പറ മോനെ. അയ്യോ, അവൻ പറയുമ്പോ അമ്മ കള്ളിയാണ്. അമ്മയുടെ ചായ പറയുമ്പോ കള്ളം പറയാവുന്ന കാര്യമാണത്. നമ്മുടെ കുഞ്ഞ് ദുരിതമറിയാതെ വളരട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തതാണ്. എന്നാ ഞാൻ പോയി ചേട്ടന്റെ അടുത്തും ചേച്ചിയുടെ അടുത്തും സത്യം പറയാം. ഈ നിമിഷം നീയും ഞാനും പുറത്ത് എന്നാണ് എന്റെ അർത്ഥം. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ചേട്ടനോട് മാപ്പ് ചോദിച്ചാൽ ചേട്ടൻ ക്ഷമിക്കും. പിന്നെ ചേട്ടൻ ഈ ജന്മം എന്നെ വിശ്വസിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? നിന്റെ കുഞ്ഞ് നിന്റെ കൺമുമ്പിൽ തന്നെ വളരുകയല്ലേ? ആണെങ്ങനെ വളരട്ടെ. അതുപോലെ ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മോൻ തന്നെ എന്റെ മോനായിരിക്കണം. എല്ലാ അമ്മയെ ആഗ്രഹിക്കുന്നതാണത്. എന്ത് സംഭവിച്ചാലും എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. നിന്നെ വിശ്വസിച്ച് ഞാൻ പറഞ്ഞതാണോ തെറ്റ്? ഈ സത്യം എപ്പോഴെങ്കിലും പുറത്തു പറഞ്ഞാൽ ആ നിമിഷം നീയും ഞാനും തമ്മിലുള്ള ബന്ധം അവസാനിക്കും. നിന്റെ കുഞ്ഞും നിന്റെ സഹോദരന്റെ കുഞ്ഞും ഒരുമിച്ച് ഒരുപോലെ ഇവിടെ വളരുകയാണ്. നിനക്കവരെ കാണാൻ ഓമനിക്കാം. അതുകൊണ്ട് നിന്റെ കുഞ്ഞിന്റെ ഭാവിയെയും എന്റെ അഭിമാനത്തെയും കരുതി ഈ സത്യം പുറത്തു പറയില്ലെന്ന് എനിക്ക് വാക്ക് തരൂ. വാക്ക് തരൂ. ഇല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ നിന്നോട് യാത്ര പറയുകയായി. ഞാൻ വാക്ക് തരുന്നു. ഞാൻ ഈ രഹസ്യം പുറത്ത് പറയില്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മായിയും അപ്പച്ചയും ഒന്നും വിളിപ്പിക്കണ്ട. അവർ രണ്ടുപേരും നമ്മളെ അമ്മയെന്ന് വിളിച്ചാൽ മതി. അവർക്ക് രണ്ടമ്മമാരാ. പ്രഥമോൻ എന്നെ അമ്മയെന്ന് വിളിക്കും. പ്രഭയ്ക്കും എന്നേക്കാൾ ഇഷ്ടം മീനയോടാ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവനെ രാത്രിയിൽ ഞാൻ കൂടെ കിടത്തിക്കോളാം. ചേച്ചി രാജനെ കൂടെ കിടത്തിക്കോളൂ. അയ്യോ, അത് വേണ്ട. കുഞ്ഞുങ്ങൾക്ക് പ്രസവിച്ച തല്ലയുടെ ചൂട് ഏൽക്കണമെന്നാ പറയുന്നത്. എന്റെ പൊന്നുമോന് എന്റെ ചൂടേറ്റാലും മതി. അപ്പോൾ കുട്ടികളെ നിങ്ങൾ നിലത്ത് വെക്കുകയില്ല അല്ലേ? ഈ മീനയാ പ്രഭയെ നിലത്ത് വെച്ചത്. അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പൊ എന്നോട് പറയാ, പ്രഭയെ കൂടെ കിടത്തിക്കോട്ടെ, ഞാൻ രാജിനെ എടുത്തോളാം. ഇങ്ങനെയുള്ള യോജിപ്പ് നിങ്ങൾ തമ്മിൽ എപ്പോഴും വേണം. പിന്നെ തങ്കമ്മേ, നീ ഇപ്പോൾ തന്നെ ബോംബെക്ക് പോവുകയാണ്. ഞാൻ ഷേർപ്പെട്ട കമ്പനിയുടെ ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗ് ആണ്. ഇപ്പോഴാണ് കമ്പ് കിട്ടിയത്. ഇന്ന് തന്നെ പോകണം. വേണം. എന്നാലും നാളെ സമയത്തിനവിടെ എത്തും. ഈ പോക്കിൽ തന്നെ എന്റെ ഷെയർസ് എല്ലാം സുരേന്ദ്രന്റെ പേരിലാക്കാൻ പോവുകയാണ്. കൂടെ കൂടെയുള്ള യാത്ര എനിക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നു. തകമേ, എന്റെ പെട്ടിയെല്ലാം വേഗം. ഹലോ. ഹലോ, വക്കീൽ സാറോ? ശരി, നീ എല്ലാം പുറത്താക്കി ഇറങ്ങുമല്ലേ? ഞാനൊന്നും പുറത്താക്കി. പിന്നെ നീ കുഞ്ഞിനോട് പരസ്യമായി ഇത്ര സ്നേഹം കാണിക്കുന്നതിന്റെ അർത്ഥം? ഞാൻ സ്ത്രീ ആയതുകൊണ്ട്, അമ്മയായതുകൊണ്ട്. സ്ത്രീ ആയതുകൊണ്ട്, അമ്മയായതുകൊണ്ട് ഭർത്താവിന്റെ മുഖത്ത് കരി തേക്കണം അല്ലേ? ഒരിക്കലും അതുണ്ടാവില്ല. നിന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ട് നിന്നോട് ആ രഹസ്യം പറഞ്ഞു പോയതാണ് തെറ്റ്. അത് രണ്ടാമത്തെ തെറ്റാണ്. ആ രഹസ്യം എന്നോട് പറയാതിരിക്കാനുള്ള ദയെങ്കിലും അങ്ങേക്കുണ്ടാകണമായിരുന്നു. അല്പമെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. നീ കുഞ്ഞിനെ അവിടെ എടുത്തുകൊണ്ട് കൂടെ